അസ്സലാമലൈക്കും ഹബീബ്സ്. ഇത് വെറും യാത്രയല്ല കേട്ടോ, എന്നെ വ്ളോഗറാക്കിയ യാത്ര. എന്താണ് അങ്ങനെ ഒരു ടോക്ക് എന്നല്ലേ, അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുപോകുമ്പോൾ മനസ്സിലാവും. സോളോ പഞ്ചാബ് ട്രിപ്പ്. അങ്ങനെ ഫെബ്രുവരി 7 ഈവനിങ് ഞാൻ എൻ്റെ ബാഗായിട്ട് ഇറങ്ങി. പക്ഷെ പഠിച്ചവൻ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിച്ചില്ല. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് ഒരാളെ കിട്ടി. അത് നേരെ പഞ്ചാബിലേക്ക് സർഹിന്ദിൽ പുതിയ തുടങ്ങുന്ന മർക്കസിൽ കോണ്ടന്റ് ആയിട്ട് പോവാണ് സഫാൻ. പിന്നെതാ ഈ ഫാമിലി. ആരെ ഫാമിലി എന്നല്ലേ ഒരെന്നെ പരിചയപ്പെടുത്തിയ ഇവരുള്ളതുകൊണ്ട് സമയം പോകുന്നത് തീരറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ രാത്രിയായത് അറിഞ്ഞിട്ടേ ഓരോ കളിയും തമാശയും വർത്താനായിട്ട് പെട്ടെന്ന് അങ്ങനെ നെയ്റ്റായപ്പോൾ ഓരോ കുട്ടിയെ എടുത്ത് സഫാൻ ഉറക്കാൻ തുടങ്ങി. നല്ല ടാലന്റ് കേട്ടോ. അങ്ങനെ മടുക്കോടെത്തുമ്പോൾ ഓറിറങ്ങിട്ടോ. ദെൻ സഫാൻ ഒറ്റക്ക് തിന്നാൻ കൊണ്ടുവന്ന 2 ഷവർമ ഞങ്ങൾ 2 പേരും കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ ആദ്യ ദിവസം ഇങ്ങനെയും 2ാം ദിവസം ഫുൾ ട്രെയിനിലും കഴിഞ്ഞുപോയി. കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്സിലാണ് കേട്ടോ യാത്ര. അങ്ങനെ 3ാം ദിവസം ഫെബ്രുവരി 9 അംബാലകാണ്ടിലെത്തി. ഹരിയാനയിലെ അംബാലകാണ്ടിന്ന് സർഹിന്ദിലേക്ക് അടുത്ത ട്രെയിൻ മാറിക്കാറുണ്ട്. അതിന്റെ അടുക്കാണ് നമ്മളെ പുതിയ ടീംസിനെ പരിചയപ്പെട്ടത്. സർഹിന്ദിലെ ഇമാം റബ്ബാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ ഖുർആൻ ഖത്തം തീർക്കാൻ പോകുന്ന ഹാഫിളുകളാണ് കേട്ടോ ഇവര്. അങ്ങനെ 12 മണിക്ക് നാഷ്ട. വിശപ്പുണ്ടോന്നറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ സർഹിന്ദിലേക്ക് ട്രെയിനിൽ കയറി സീറ്റും പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. പഞ്ചാബിലേക്ക് ട്രെയിൻ കയറിയപ്പോൾ ആദ്യ കാഴ്ച അടി, 1.5 അടി. അപ്പൊ തന്നെ പഞ്ചാബ് പോലീസ് ബാഗും ചെക്ക് ചെയ്ത് വന്ന് കേരളക്കാരാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തില്ല. അങ്ങനെ സർഹിന്ദ്. അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഞങ്ങളെല്ലാവരും പോയത് പഞ്ചാബ് മർക്കസിലേക്കാണ് കേട്ടോ. മർക്കസ് ഇമാം റബ്ബാനി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ഓട്ടോ കയറിയതാണ്, പിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി. അവർക്ക് കുറച്ച് വലിയ ടീമിനെ കിട്ടിയപ്പോൾ മാറ്റി. ഒരു 5-5.5 കിലോമീറ്റർ കേട്ടോ. ഒരാൾക്ക് 20 രൂപ പോലെ കേട്ടോ ചാർജ്. പഞ്ചാബില്ല അതെന്തായാലും എയ്ത്ത് കണ്ട് മനസ്സിലായില്ലെങ്കിലും പിന്നെ മനസ്സിലായി അത് മാതാ ഗുജരി കോളേജ് ആയിരുന്നു. ഇവിടുത്തെ വലിയ കോളേജാണ് കേട്ടോ. ഒരുപാട് മലയാളികളടക്കം പഠിക്കുന്നുണ്ട്. പഞ്ചാബിലെ പിന്നെ പാഠങ്ങളാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ മർക്കസിന് മുമ്പിൽ ഇറങ്ങി. 12-ന് ഉദ്ഘാടനം ചെയ്യാനുള്ളത് കൊണ്ട് പണി നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരാൻ കാരണം ഈ മുതലാണ് കേട്ടോ. പക്ഷെ അത് വരുന്ന വ്ളോഗിൽ നമുക്ക് പരിചയപ്പെടുത്താം. വന്ന് കയറി നല്ല ചോറും പരിപ്പ് കറിയും കൂട്ടാൻ ക്യാരറ്റും റാഡിഷും. പിന്നെ റൂമിലേക്ക്. റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. യാത്രാ ക്ഷീണങ്ങൾ തീർക്കാൻ വേണ്ടി നല്ല ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ വീണ്ടും രാത്രി ഭക്ഷണം. അടിപൊളി ഫുഡ്. അതും കഴിഞ്ഞ് നേരെ ഇറങ്ങി. പഞ്ചാബ് മർക്കസിന് മുമ്പിലായിട്ടുള്ളത്. സർഹിന്ദ് ദർഗേൻ്റെ അടുത്തായിട്ട് വരുന്ന 12-ന് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന സ്ഥാപനമാണ്. നേരത്തെ 2 മണിക്ക് ഉച്ചക്ക് ഇവിടെ എത്തി. സർഹിന്ദ് ജംഗ്ഷൻ എത്തി. പിന്നെ ഇവിടെ വന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് ഫ്രഷായി ഉറക്കം കഴിഞ്ഞ് നല്ലൊരു ഉറക്കിട്ട് മുഖ്യം. പിന്നെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് നിസ്കാരത്തിന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി നേരെ മക്കാമ് പോകണം. ജിയാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടി. കാര്യം പ്രതീക്ഷേനേക്കാളും ഭയങ്കര മുഷ്കിലാണ്. 14 ഡിഗ്രിയാണ് തണുപ്പിപ്പോൾ. എന്താ പറയുക, മറ്റേ സാധനം ഉണ്ടല്ലോ തൊള്ളന്ന് ഇങ്ങനെ പോവാ. ഭയങ്കര തണുപ്പാണ്. പിന്നെ ഓൾറെഡി കുറേ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടും തണുപ്പിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടും കുഴപ്പമില്ല. അങ്ങനെ ഒരു ലിഫ്റ്റ് അടിച്ച് സർഹിന്ദ് ദർഗ ഇമാം റബ്ബാനി റളിയല്ലാഹു അൻഹു ചാരത്തെത്തി. എൻ്റെ ഒരു കൂട്ടുകാരനെ തുർക്കിയിൽ പോയപ്പോൾ ഇന്ത്യക്കാരനാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ആദ്യം ചോദിച്ചത് ഇമാം റബ്ബാനിനെ അറിയൂലേ, ഇന്ത്യക്കാരനല്ലേന്നാ. അപ്പോൾ ഇമാം റബ്ബാനിയോ അതാരാന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു അത്ഭുതപ്പെട്ടത്രേ. ഇന്ത്യക്കാരനായിട്ട് ഇമാം റബ്ബാനിനെ അറിയില്ലേ എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് പൊതുവേ അത്ര പരിചയമില്ല, എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇമാം റബ്ബാനി, മുജദ്ദിദ് അൽഫസാനി, നമ്മളൊക്കെ സർഹിന്ദ് എന്ന് കേട്ടാൽ ചിലർക്കൊക്കെ അറിയാം. അവരുടെ ഹദ്റത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അങ്ങനെ ചെറിയൊരു ജിയാർത്തും കഴിഞ്ഞ് വീണ്ടും റെയിൽവേയിലേക്ക്. കൊണ്ടുവിടാൻ ഫാറൂഖാണ് കേട്ടോ വന്ന്. നൈറ്റ് കൊണ്ടാക്കാൻ വേണ്ടി വരുന്ന ഷൂട്ട് ജാക്കറ്റ് ഇട്ട് ഫുൾ സെറ്റപ്പ്. ഭയങ്കര തണുപ്പാട്ടോ, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. ഫാറൂഖ് അമ്മ കണ്ട് റിസ്ക് എടുത്തിട്ടത് ആ കൈയൊന്നും അനങ്ങുന്നില്ല. കാല് സേഫ് അല്ലേ? 12:30 ആയിട്ടോ സമയം. സർഹിന്ദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുള്ള
ഒറ്റക്ക് വന്ന യാത്ര എഗെയിൻ ഒറ്റക്കായി. അമൃത്സർ പോകാനാണ് പ്ലാന്. 2 മണിക്ക് ട്രെയിൻ ഉണ്ട്, 2 മണിക്കൂർ ഡിലേ ആണ്, അതോടെ 4 മണിയാവും. സർഹിന്ദ് സിയാർത്തൊക്കെ ചെയ്ത് കുറച്ച് സമയം ഇവിടെ നിൽക്കണമെന്നാണ് വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞ് അമൃത്സർ പോകാനാണ് പ്ലാൻ. അങ്ങനെയാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ബട്ട് എന്തായാലും 12-ന് ഇവിടെ മർക്കസ്, നമ്മളെ മർക്കസിൻ്റെ ഉദ്ഘാടനമാണല്ലോ പഞ്ചാബ്. അപ്പോൾ ഉസ്താദൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കണം. അതെല്ലാം കഴിഞ്ഞ് അമൃത്സർ പോയി വരാമെന്ന് പറഞ്ഞാൽ നല്ല സമയമെടുക്കും. അപ്പോൾ അതിനിടയിൽ അമൃത്സർ പോയി തിരിച്ച് നാളെ ലേറ്റ് നൈറ്റ് തിരിച്ച് വരാമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. വിചാരിച്ചേക്കാളും തണുപ്പാണ് കേട്ടോ. 12 ഡിഗ്രിയാണ് കാണിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് അവിടെ നിന്നൊരു ബാഗ് ഒപ്പിച്ച് ജസ്റ്റ് ഒന്ന് ബ്ലാങ്കറ്റ് മാത്രം എടുത്ത്, പിന്നെ ഫുൾ ഡബിൾ ഡ്രസ്സ്. പിന്നെ നമുക്ക് ഷൂ ഇല്ല, പകരം സോക്സ് ഉണ്ട്. മുതൽ സാധനം കശ്മീരിന് വാങ്ങിയതാ സെറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ വീഡിയോ കോള് നരക്കര വരുന്നിട്ടുണ്ട്. എല്ലാവരും സെറ്റ് നോക്കി. ഹിന്ദു റെയിൽവേന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഹിന്ദിലേ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം കാണിച്ചു കേട്ടോ. കസീന് ഇതാ വെറുതെ ഒരു 500 അയച്ചു തന്നിട്ട്, ഒറ്റക്ക് തന്നെ അല്ലേ ചിലവെല്ലാം ഉണ്ടാവും, ഒരു 500 വെച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്താ ചെയ്യുക, സന്തോഷം. ഒരു പെണ്ണിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഇങ്ങനെ പാടിയിട്ട്, അതെനിക്കിങ്ങനെ പാടാൻ കിട്ടുന്നില്ല. എന്നൊക്കെ അടിക്കുന്ന അതൊക്കെ കാണാൻ ആളുണ്ടോയെന്ന് വിചാരിച്ചില്ല കണ്ടപ്പോൾ. പക്ഷെ അതാ 3:30 സമയം. ഇപ്പോൾ 30 അത് കണ്ടാക്കി നിൽക്കുകയാണ്. രാത്രി കുറേ സമയം നല്ല ഒച്ചത്തിൽ ഇയാൾ വെക്കുന്ന കണ്ടിട്ട് എടുത്ത് തമാശക്ക് വീഡിയോ എടുത്തതാണ്. പിന്നെ അതെടുത്ത് സ്റ്റോറി ഇട്ടപ്പോഴാണ് അറിഞ്ഞത് ഇത് ഓരോ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ പാട്ടാണെന്നുള്ളത്. അങ്ങനെ 4:26 നമ്മൾ ട്രെയിൻ എത്തി. ജസ്റ്റ് 2.5 മണിക്കൂർ ലേറ്റ്, ഭാഗ്യം. അപ്പോൾ ഇനി അമൃത്സർ ഇറങ്ങി കാണാം ഇൻഷാ അല്ലാഹ്. ഇനി ഇതുവരെ വീഡിയോ കണ്ടുകുത്തിരുന്ന നിങ്ങളോട് ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ സിൽവർ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ, $US അതൊന്നുമല്ല ലക്ഷ്യം. ഇത് കാണാൻ കുറേ ആൾക്കാരില്ലയെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെ യാത്രാനുഭവങ്ങൾ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഏറ്റവും നല്ല വഴി ഈ യൂട്യൂബ് ചാനലാണെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഐ വാണ്ട് ടു ടെൽ യു ആർ വൺ ഓഫ് മൈ പ്രിയപ്പെട്ട ആൾ. ഓക്കെ ദാൻ.